ഈശോ നമ്മോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ മരിക്കില്ല. ഈ ഒരു വചനം കൃത്യമായി പാലിച്ചൊരു പാസ്റ്ററുണ്ട്, തോമസ് ഡേവിഡ്. അദ്ദേഹത്തിൻ്റെ ഇടവകയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ പാരിഷ് രജിസ്റ്ററിൽ നിന്ന് അവരുടെ പേര് നീക്കം ചെയ്യില്ല. പകരം റിമാർക്സിൻ്റെ കോളത്തിൽ എഴുതും ചേഞ്ച്ഡ് റെസിഡൻസ്, താമസം മാറി. അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയുടെ അവസാനം അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുന്നവർ 500 പേരും 2500 പേര് താമസം മാറ്റിയ ആൾക്കാരുമായിരുന്നു. മരണത്തെ 2 രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഒന്ന്, ഒരു മെറ്റീരിയൽ ഡെഫിനിഷൻ. ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ ECG വെച്ച് നോക്കുമ്പോൾ ഫ്ലാറ്റ് റീഡിംഗ് ആണെങ്കിൽ ക്ലിനിക്കലി ഡെഡ് എന്ന് പറയും. മറ്റൊരു വാക്കിൽ, ബോധമനസ്സ് ബോഡിയിൽ നിന്ന് വേർപെടുമ്പോൾ അതിനെ മരണമെന്ന് പറയും. ഇനി ഒരു സ്പിരിച്വൽ ഡെഫിനിഷനുണ്ട്. ബോധമനസ്സ് ദൈവത്തിൽ നിന്ന് വേർപെടുമ്പോൾ അതിനെയും മരണമെന്ന് പറയും. ഈ ഭൂമിയിൽ ജീവിക്കുന്നൊരു മനുഷ്യൻ സുഖത്തെക്കുറിച്ച് മാത്രമാണ് ബോധം, അതുമാത്രമാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ അവൻ്റെ ബോധമനസ്സ് ദൈവത്തിൽ നിന്ന് വേർപെട്ടിരിക്കുന്നത്. അപ്പോൾ അവൻ ഓൾറെഡി ഡെഡാണ്. പക്ഷേ ബോധമനസ്സ് എന്നും ദൈവത്തോട് കൂടെയാണെങ്കിലോ, അതിനർത്ഥം ഭൂമിയുടെ ഭാഷയിൽ ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ അവൻ ഇവിടുത്തെ ടെൻറ്റ് വിട്ട് വലിയ കൊട്ടാരത്തിലേക്ക് മാറിയെന്നർത്ഥം.